വൈഷ്ണവ ചൈതന്യം ഏകവിഗ്രഹ പ്രതിഷ്ഠയിൽ കുടികൊള്ളുന്ന മുഖതല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ശംഖ് ചക്ര ഗദാ പത്മധാരിയായ മഹാവിഷ്ണു മുരാസുര നിഗ്രഹശേഷം മുരാരിയായി മുഖതലയിൽ വാണരുളുന്നു. 5 പൂജയും നിത്യനവകവും വർഷത്തിൽ കുംഭമാസത്തിൽ ശിവരാത്രി മുതൽ കളഭാഭിഷേകവും നടത്തപ്പെടുന്ന ഈ മഹാക്ഷേത്രനാഥന് ചരിത്രരേഖകളിൽ പെരുമാൾ സ്വാമി എന്ന് ലിഖിതനാമം. കണ്ണുനീരെണ്ണയിൽ കത്തുമെൻ ജന്മമാം തിരികെടാറാവുന്നു കണ്ണ, നിന്റെ മണിമുരളികയിൽ നിന്നുതിരുമൃതമിനി എന്നരുളുമാനന്ദ. മുഖത്തലയുടെ കഥ മുരാരി ക്ഷേത്രത്തിന്റെ കഥയാണ്. വിശ്വാസങ്ങളും നിഗമനങ്ങളും ഐതിഹ്യവും ചരിത്രവും ഇഴപിരിച്ചെടുക്കാനാകാത്ത ഒരു ഗ്രാമത്തിന്റെ കഥ. മുരാസുരനെ നിഗ്രഹിക്കാൻ ഒരു ത്രിസന്ധ്യാ നേരത്ത് വടക്കിടത്തില്ലത്ത് ഒരു ബ്രാഹ്മണി അമ്മയുടെ മുന്നിൽ ബ്രാഹ്മണ ബാലനായി അവതരിച്ച സാക്ഷാൽ വൈകുണ്ഠവാസൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ മുരാസുര നിഗ്രഹശേഷം മുരാരിദേവനായി മുഖത്തലയിൽ കുടികൊള്ളുന്നു. മുഖത്തല എന്നത് ഒരു ഭാഗത്ത് വള്ളിപ്പടർപ്പുകളും വടവൃക്ഷങ്ങളും ഘോരസർപ്പങ്ങളും ചോലയും നിറഞ്ഞ ഉപ്പനും കുറുനരിയും മരനായും വിഹരിക്കുന്ന പാറക്കെട്ടുകളും കുളങ്ങളും കാവുകളും ഉള്ള ഒരു ചതുപ്പ് പ്രദേശമായിരുന്നു. ഈ പ്രദേശം മുരക്കുഴി അഥവാ താമരക്കുഴി എന്ന് അറിയപ്പെട്ടു. ക്ഷേത്രത്തിന് വടക്കുകിഴക്കായി സമൃദ്ധമായ വയൽ പ്രദേശവും കുന്നുകളും ക്ഷേത്രമുഖത്ത് ഏലാ പ്രദേശവും ആയിരുന്നതിനാൽ മുഖത്തേല എന്നത് മുഖത്തല ആയെന്നും മുരാസുര നിഗ്രഹശേഷം ഭഗവാൻ മുരാസുരന്റെ കണ്ണ് എടുത്തെറിഞ്ഞിടം കണ്ണനല്ലൂരായെന്നും ഇമവീണ സ്ഥലം ഉമയനല്ലൂരായെന്നും മുട്ടുവീണ സ്ഥലം മുട്ടക്കാവായെന്നും മുരന്റെ തല വീണിടം മുരത്തല അഥവാ മുഖത്തലയായെന്നും രണ്ടു പക്ഷം. ഷഷ്ഠബ്ദി കഴിഞ്ഞ തലമുറയുടെ വാക്കുകളിൽ മുരാരി ക്ഷേത്രത്തിന് 5000 വർഷത്തിലധികം പഴക്കം അവകാശപ്പെടുന്നു. നൊന്തു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മുരാരി ദേവൻ ഈ പ്രദേശത്തിന്റെ ഐശ്വര്യമായി ക്ഷേത്ര ശ്രീകോവിലിൽ വിളങ്ങുന്നു. ബാല്യത്തിൽ നീ എന്റെ ചങ്ങാതിയായി നമ്മളമ്പാടിയാക്കിയൻ ഹൃദയം. കൃഷ്ണശിലയിൽ കൊത്തിയ മുരാരി സ്ഥാനക രൂപത്തിൽ, അതായത് നിൽക്കുന്ന രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സൗമ്യ രൂപത്തിലുള്ള മുരാരിയെ ദർശിക്കുന്ന ഭക്തന് അനുഗ്രഹവർഷം ചൊരിയുന്ന സാക്ഷാൽ വൈകുണ്ഠവാസൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുന്നു. യൗവനരസങ്ങളിൽ കുസൃതി മഴ തൂവി നീ കരളിനു കരുത്തായി നിന്നു. യൗവനരസങ്ങളിൽ കുസൃതി മഴ തൂവി നീ കരളിനു കരുത്തായി. ക്ഷേത്രം എന്നത് 4 ദിക്കിലും ഗോപുരത്തോടു കൂടിയ ചുറ്റുമതിലും കിഴക്കേ ഗോപുരത്തിൽ മാളികയും അകത്തു പ്രവേശിച്ചാൽ ശ്രീബലിപുരയും വഴിമധ്യേ മുരാരിദേവന് അഭിമുഖമായ സ്വർണധ്വജമണ്ഡപവും വലിയ ബലിക്കല്ലും കഴിഞ്ഞ് ബലിക്കൽ പുരയും വിശാലമായ കൂത്തമ്പലവും വലിയ നാലമ്പലത്തിനും ശ്രീകോവിലിനും മധ്യത്തായി സ്ഥിതി ചെയ്യുന്ന മണ്ഡപവും സോപാനപ്പടിയും കഴിഞ്ഞാൽ വട്ടശ്രീകോവിലിൽ ഭഗവാന്റെ തിരുവിഗ്രഹം ദർശിക്കുന്നു. രക്ഷിക്കണേ ഭഗവാനെ എന്ന് നൊന്തു പ്രാർത്ഥിക്കുന്ന ഭക്തന് അനുഗ്രഹവർഷം ചൊരിയുന്ന കരുണാമയൻ സാക്ഷാൽ മുഖത്തല മുരാരിദേവൻ എല്ലാവർക്കും സങ്കടനാശനനായി ശ്രീകോവിലിൽ കുടികൊള്ളുന്നു. സാമഗാനലോല ശ്യാമവർണ്ണ കൃഷ്ണ, സാമഗാനലോല ശ്യാമവർണ്ണ കൃഷ്ണ, നെറുകയിലണിയുകൈ ശ്രീതിലകം. വേദങ്ങളെ ഹയഗ്രീവനിൽ നിന്നും വീണ്ടെടുക്കാൻ മത്സ്യമായും മന്ദരപർവ്വതത്തെ സമുദ്രത്തിൽ നിന്നും ഉയർത്താൻ കൂർമ്മമായും ഭൂമിയെ സർവനാശത്തിൽ നിന്നും രക്ഷിക്കാൻ വരാഹമായും പ്രഹ്ലാദനെ ഹിരണ്യകശിപുവിൽ നിന്നും രക്ഷിക്കാൻ രൗദ്രഭാവം പൂണ്ട നരസിംഹമൂർത്തിയായും ഒരു ചരിത്ര നിയോഗത്തിന് സാക്ഷിയാകാൻ വാമനനായും ക്ഷത്രിയധർമ്മം ഉയർത്തിപ്പിടിച്ച പരശുരാമനായും ത്രേതായുഗത്തിൽ ശ്രീരാമനായും കാളിന്തി നദിയെ കലപ്പകൊണ്ട് ഗതിമാറ്റിവിട്ട ബലരാമനായും ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായും ധർമ്മത്തിനുമേൽ അധർമ്മം വിളയാടുമ്പോൾ കലിയുഗത്തിൽ കൽക്കിയായും
അവതാരമെടുക്കുന്ന, മുരാസുരനെ നിഗ്രഹിച്ച് മുരാരിയായി മുഖതലയിൽ കുടികൊള്ളുന്ന, വിളിച്ചാൽ വിളിപ്പുറത്തോടിയണയുന്ന സാക്ഷാൽ വൈകുണ്ഠവാസൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ.